ശ്രീ സനീഷ് കുമാർ ജോസഫ് 8 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കാം. സാർ, ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു. കേരള സമ്പദ്ഘടന ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുന്നു എന്ന പൊയ്വടി പൊട്ടിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗം ആരംഭിച്ചത്. സാർ, എവിടെയാണ് സാർ ടേക്ക് ഓഫ്? സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളം വളരെ പിന്നിലാണ്. 18 പ്രമുഖ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 15ാമതാണ്. ചെലവുകൾ ഗുണപരമല്ലെന്നും ബാധ്യതകൾ കൂടുതലാണെന്നുമാണ് നീതി ആയോഗ് വിലയിരുത്തിയത്. കേരളത്തിൻ്റെ പൊതുകടം 4,14,000 കോടി കവിഞ്ഞിരിക്കുന്നു. സാർ, കേന്ദ്ര അവഗണനയെക്കുറിച്ച് നിരന്തരം വിലപിക്കുന്ന സർക്കാർ അതിനേക്കാൾ കടുത്ത അവഗണനയാണ് പ്രതിപക്ഷ മണ്ഡലങ്ങളോട് കാണിക്കുന്നത്. പ്രതിപക്ഷ മണ്ഡലങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന നിലയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 ബഡ്ജറ്റുകളിലായി ഇരട്ടിയിലധികമാണ് തൊട്ടടുത്തുള്ള ഭരണപക്ഷ മണ്ഡലങ്ങളെക്കാൾ കൂടുതലായി ഭരണപക്ഷ മണ്ഡലങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. വലിയ വിവേചനമാണ് ഗ്രാമീണ റോഡുകൾ അനുവദിക്കുന്നതിൽ അടക്കം പ്രതിപക്ഷ മണ്ഡലങ്ങളോട് കാണിക്കുന്നത്. വലിയ അപമാനമാണ് സാർ. ധനകാര്യ വകുപ്പിലെ ഫയൽ നീക്കം നിരന്തരം കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ്. മുൻ വർഷങ്ങളിൽ അനുവദിച്ച തുച്ഛമായ തുകയുടെ ഭരണാനുമതി പോലും ധനകാര്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല. രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനോ വിപണി സജീവമാക്കുന്നതിനോ ഇടപെടലുകൾ ഇല്ലാത്തത് ഖേദകരമാണ്. ക്ഷേമ പെൻഷനിൽ 150 രൂപയുടെയെങ്കിലും വർധന പ്രതീക്ഷിച്ച സാധാരണക്കാരുടെ പ്രതീക്ഷയാണ് ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞതോടെ അസ്തമിച്ചത്. ക്ഷേമ പെൻഷൻ നൽകുന്നതിലെ വീഴ്ച വലിയ ചർച്ചയാവുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വലിയ തിരിച്ചടി നൽകിയിട്ടും സർക്കാർ പാഠം പഠിക്കുന്നില്ല. 3 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന ഉറപ്പ് മാത്രമാണ് നൽകിയത്. അത് നേരത്തെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ അതേ കാര്യത്തിൻ്റെ ആവർത്തനം മാത്രം. ക്ഷേമ പെൻഷൻ 2,500 ഉയർത്തുമെന്ന് പറഞ്ഞത് വെറും വാഗ്ദാനമായി അവശേഷിക്കുന്നു. സാർ, ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ളത് 3,400 കോടി രൂപയാണ്. ആശ അംഗനവാടി വർക്കർമാർക്കുള്ള വേതന വർധനയും ഇത്തവണ വേണ്ടെന്ന് വെച്ചു. എന്നാൽ കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ 100 കോടി രൂപ അനുവദിച്ചത് സർക്കാരിൻ്റെ മുൻഗണനാ വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചും കോടതി ഫീസ് 5 ഇരട്ടി ഉയർത്തിയുമാണ് ഇത്തവണ സർക്കാർ ഇരുട്ടടി നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനത്തിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടുകയാണ് സർക്കാർ. ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായ കൊച്ചി മെട്രോ ഫേസ് 2 ഉള്ള പദ്ധതി തയ്യാറാക്കുന്നത് സ്വാഗതാർഹമാണ്. സാർ, കൊച്ചി മെട്രോ ചാലക്കുടി വരെ നീട്ടുന്നുള്ള നടപടികൾ സ്വീകരിക്കണം. സാർ, 2016-2017 പുതുക്കിയ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ചാലക്കുടി റവന്യൂ ടവർ ഇന്നും കടലാസിലാണ്. 8 വർഷം കഴിയുമ്പോഴും താലൂക്ക് ഓഫീസ് പരിമിതമായ സൗകര്യത്തിൽ അസൗകര്യങ്ങളോടെ 4ാം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ചാലക്കുടിയിൽ മാത്രമാണ്. സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു ഓഫീസിൻ്റെ സ്ഥിതിയാണ്. ഇനിയെങ്കിലും ശാപമോക്ഷം വേണം. സാർ, പ്രതിവർഷം 20 ലക്ഷത്തോളം സഞ്ചാരികൾ എത്തിച്ചേരുന്ന അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ പോലെയുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മുൻ ബഡ്ജറ്റിലെ പോലെ ഈ ബഡ്ജറ്റും പാടെ അവഗണിച്ചിരിക്കുകയാണ്. ചാൾസ് രാജാവും കഴിഞ്ഞ മാസം ഹംഗറി പ്രധാനമന്ത്രി ഉൾപ്പെടെ അവധിക്കാലം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് സാർ അതിരപ്പള്ളി. ഈ രാജ്യാന്തര വിനോദസഞ്ചാര കേന്ദ്രത്തെ പാടെ അവഗണിക്കുകയാണ് ഈ സർക്കാർ. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം അനുവദിക്കണം. സാർ, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കെടുകാര്യസ്ഥതയാണ് ഇതിൻ്റെ കാരണം. 600 കോടിയോളം രൂപ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ മുൻകൂറായി കിട്ടിയിട്ടും മരുന്ന് വിതരണം നടത്താനാവാത്ത സ്ഥിതിയാണ്. 80 കോടിയോളം രൂപയുടെ കാലാവധി കഴിഞ്ഞ് മരുന്നുകൾ കാരുണ്യ ഫാർമസികളിൽ കെട്ടിക്കിടക്കുന്നത് ബന്ധപ്പെട്ട മരുന്ന് കമ്പനികൾക്ക് കൈമാറിയാൽ തന്നെ ഉടൻ പണമോ ലഭിക്കുമെന്നിരിക്കെ അതിനും നടപടിയില്ല. ആശുപത്രികളിൽ സൗജന്യ മരുന്ന് വിതരണത്തിന് ബഡ്ജറ്റ് പ്രഖ്യാപിച്ച തുക സർക്കാർ നൽകാത്തതും സ്ഥിതി പരിതാപകരമാക്കി. മരുന്നില്ലാതായത് പൊടുതിനെയായിരുന്നില്ല. കുടിശ്ശിക നൽകാത്തതിനാൽ പ്രമുഖ 20 കമ്പനികൾ 6 മാസമായി KMCL-ന് മരുന്ന് നൽകുന്നത് നിർത്തിവെച്ചിരുന്നു. സംസ്ഥാനത്ത് ആവശ്യമുള്ള മരുന്നുകളുടെ 90% ഈ 20 കമ്പനികളിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നിട്ടും ഗൗരവം തിരിച്ചറിഞ്ഞ് അടിയന്തര നടപടിയെടുക്കുന്നതിൽ KMCL പരാജയപ്പെട്ടതാണ് നിലവിലുള്ള പ്രതിസന്ധി കാരണം.
ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ട്രോമാ കെയറിന് കെട്ടിടം പണിതിട്ടും തസ്തിക അനുവദിക്കാതിനാൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സമാനമാണ് വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് സ്മാരക ആയുഷ് ആശുപത്രി സ്ഥിതിയും. 11 കോടിയുടെ കെട്ടിടം പണിതെങ്കിലും തസ്തിക അനുവദിച്ചിട്ടില്ല. കൊരട്ടിയിൽ കോടികൾ ചെലവിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച ആരോഗ്യ പ്രവർത്തകർക്കുള്ള റീജിയണൽ സെന്റർ തസ്തിക അനുവദിക്കാനാൽ കാടുപിടിച്ച് കിടക്കുകയാണ് സർ. വന്യജീവി സംഘർഷം നേടുന്നതിന് അനുവദിച്ച അധിക ഫണ്ട് അപര്യാപ്തമാണ്. 50 കോടി രൂപ അധികം പ്രഖ്യാപിച്ചുകൊണ്ട് വന്യമൃഗശല്യത്തിന് പരിഹാരമാകില്ല. വന്യമൃഗ ആക്രമണത്തിനുണ്ടാകുന്ന വിളനാശത്തിന് നഷ്ടപരിഹാരം നൽകാൻ പോലും കോടികൾ വേണം. വന്യമൃഗ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിൻ്റെ നയങ്ങളിൽ മാറ്റം വേണം. ഇന്നലെയും ഇന്നുമായി 3 മനുഷ്യജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ അടുത്ത ബന്ധുക്കൾക്ക് താൽക്കാലിക വാച്ചറായി നിയമനം നൽകി ജനരോഷം തണുപ്പിക്കാനാണ് സർക്കാർ ശ്രമം. കേരളത്തിൽ എത്ര ഫോറസ്റ്റ് വാച്ചർമാർക്ക് സമയത്തിന് ശമ്പളം കിട്ടുന്നുവെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും സാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം ബഡ്ജറ്റ് വീതം 15,950.49 കോടി, കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച 8,532 കോടിയിൽ 42% മാത്രം അനുവദിച്ച് ജനപ്രതിനിധികൾ അപഹാസ്യരാണ് ഇപ്പോൾ അതിനേക്കാൾ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പദ്ധതികളിലാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ പകുതിയോളം ഉപേക്ഷിച്ചു. 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വെട്ടിച്ചുരുക്കിയത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഫണ്ടും 50% വെട്ടിക്കുറച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിലാണ് സാർ. റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ്, മറ്റ് സ്കോളർഷിപ്പ് എന്നിവയും 150 കോടിയോളം കുടിശ്ശികയാണ് സാർ. പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് സർക്കാർ കാലാകാലങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഒരു ആനുകൂല്യവും ജീവിത പുരോഗതിയും ഇല്ലാതെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് കയ്യും കണക്കുമില്ല. ഒരു കാലത്ത് പ്രതാപത്തിൻ്റെ കൊടുമുടി നിന്നിരുന്ന ഈ മേഖല ഇന്ന് നാശത്തിൻ്റെ പടുകുഴിയിലാണ്. പട്ടിണിയും പരിവട്ടവും മാത്രം കൂട്ടായതോടെ പാരമ്പര്യ തൊഴിലാളികളെല്ലാം ഈ രംഗത്തെ കൈയൊഴിഞ്ഞു. പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതേയില്ല. തിരിച്ചു വരാൻ കഴിയുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട് നാമാവശേഷമാണ് തൃശ്ശൂർ ജില്ലയിലെ ഓട് വ്യവസായവും സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയും. ഈ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. ജനങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണോ നികുതി കൊടുത്ത് സർക്കാരിനെ പോറ്റുന്നത്, ആ ആവശ്യങ്ങൾക്കൊന്നും ഇന്ന് പണമില്ല. ക്ഷേമ പെൻഷൻ, സപ്ലൈകോയിലെ അവശ്യ വസ്തുക്കൾ, ആശുപത്രി സേവനങ്ങൾ എന്നുവേണ്ട എല്ലാ സർക്കാർ സേവനങ്ങളും വെന്റിലേറ്ററിലാണ് സാർ. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത് കുടിശ്ശികയില്ലാത്ത ഏതെങ്കിലും മേഖല ഉള്ളതായി അറിവില്ല. അവശ്യ സാധനങ്ങൾ സംഭരിച്ച വകയിൽ സപ്ലൈകോ വിതരണക്കാർക്ക് നൽകുവാനുള്ള കുടിശ്ശിക 464 കോടി രൂപയാണ്. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുണ്ട് 127 കോടി രൂപ. പൊതുവിതരണ സംവിധാനം താറുമാറായി. റേഷൻ കടകളിൽ അരി പോലും ഇല്ലാത്ത സ്ഥിതിയാണ് സാർ. റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർക്കുള്ള കുടിശ്ശിക 100 കോടിയാണ്. നിർമ്മാണ കരാറുകാർക്ക് നൽകാനുള്ളത് 16,000 കോടി രൂപ. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പ്രവൃത്തികൾ പോലും കരാറെടുക്കാത്ത അവസ്ഥയിലാണ് സാർ. വലിയ അപമാനമാണ് സാർ നേരിടേണ്ടി വരുന്നത്. ജീവനക്കാരെയും ഈ സർക്കാർ ശരിയാക്കി സാർ. സറണ്ടറില്ല, ക്ഷാമബത്തയില്ല, ക്ഷാമബത്ത കുടിശ്ശികയില്ല, ശമ്പള പരിഷ്കരണമില്ല, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന പ്രഖ്യാപനം ആവിയായി. ഭിന്നശേഷി സമരത്തിന് വേണ്ടിയിൽ നിയമന അംഗീകാരം നൽകാതെ 16,000-ഓളം അധ്യാപകരാണ് ദിവസ വേതനക്കാരായി ജോലി ചെയ്യുന്നത്. ഇത് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണം സാർ. മുൻ ബജറ്റുകൾ പോലെ കുറെ പുതിയ പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാറ്റിവെച്ചതോ ചെറിയ തുകകൾ മാത്രം. ധൂർത്തും ദുർവ്യയവും ഒഴിവാക്കി സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുവാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് അടിസ്ഥാനപരമായ വെല്ലുവിളി. അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ കാരണം ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുന്നു സാർ.